അത് രാവിലെ തന്നെ KSRTC പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല എവിടെയാണെന്ന്. അപ്പോൾ ആളുകൾ പോകുന്നതിൻ്റെ കൂടെ ഞാനും അങ്ങനെ നടന്നു. നാമജപവും മന്ത്രോച്ചാരണങ്ങളും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെ പുറകെ ഞാനും അങ്ങനെ നടന്നു. കുറെ സേവാഭാരതിയുടെ ആളുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ. വോളണ്ടീഴ്സായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരവിടെ ഒരുപാടുണ്ടായിരുന്നു. ഇങ്ങനെ മഹാമാങ്കം ഇങ്ങനെ ഒരു കുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ തിരുനാവായ തവന്നൂർ ഒരു മഹാമാങ്കം കുംഭമേള നടക്കുന്നത് അറിയുന്നത്. ഏകദേശം 250 വർഷത്തിനു മുമ്പാണ് ഈ ഒരു മഹാമാങ്കം കുംഭമേള നടന്നത്. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഈ ഒരു കുംഭമേളയുടെ ആരംഭം ആണ് കേരളത്തിൽ നടക്കുന്നത്. ഇങ്ങനെ ഒരു ആരംഭത്തിൽ തന്നെ ഈ ഒരു കുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ പോയത്. ഇതാണ് അവിടെ താൽക്കാലികമായിട്ട് നിർമ്മിച്ച ഒരു പാലം. തിരുനാവായയിൽ നിന്നും തവന്നൂർ ഭാഗത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി നിർമ്മിച്ച പാലമാണിത്. ഇരുമ്പ് പൈപ്പ് കൊണ്ടും ഷീറ്റും എല്ലാം മറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം ആളുകൾക്കൊക്കെ പോകാം. അങ്ങനെ ആ പാലത്തിലൂടെ ഞാനങ്ങനെ കാറ്റും കൊണ്ട് നടന്നു. നല്ല കാറ്റായിരുന്നു കേട്ടോ. വഴിയിലൊക്കെ കാണുന്ന കൊടിതോരണങ്ങളൊക്കെ കാറ്റിലങ്ങനെ പാറി കളിക്കുന്നുണ്ട്. പാലത്തിലൂടെ ഒരുപാട് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട്. ആളുകളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ പാലത്തിലൂടെ കടത്തിവിടുന്നത്. കാരണം അധികമായി ആളുകൾ കയറിയാൽ ഒരു പക്ഷേ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്നോർത്തിട്ടായിരിക്കാം. അങ്ങനെ ഞാൻ പാലം കടന്ന് നിളാസ്നാനം ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തി. ആ സമയമായപ്പോഴേക്കും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം 8 മണി മുതലാണ് സന്യാസിവര്യന്മാരുടെ മന്ത്രോച്ചാരണത്തോടുകൂടി നമ്മൾക്ക് നിളാസ്നാനം ചെയ്യാൻ കഴിയുന്നത്. ഞാൻ എത്തുമ്പോഴേക്കും കുറച്ച് വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഞാൻ ആ മന്ത്രങ്ങൾക്ക് ശേഷമാണ് നിളാസ്നാനം ചെയ്തത്. അനേകായിരം പേർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും എനിക്ക് അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാൻ അവിടെ കുറച്ച് നിന്നെല്ലാം കണ്ടു, നോക്കി, മനസ്സിലാക്കി. അതിൻ്റെ ശേഷമാണ് ഞാൻ സ്നാനം ചെയ്യാൻ പോയത്. പിന്നെ ഞാൻ സ്നാനം ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ സ്നാനം ചെയ്തതിന് ശേഷം പിന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ കയ്യിൽ ഫോൺ കൊടുത്ത് എടുത്തതാണ്. അതേ നിൽക്കുന്നു ഞാൻ. അങ്ങനെ നമ്മൾക്കൊക്കെ നിളാരതി ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഈ ചിരാതിൽ കർപ്പൂരം വിട്ട് വെച്ചിരിക്കുന്നത്. അതിന് 50 രൂപയാണ് കേട്ടോ. ആ കാണുന്ന മുട്ടക്കൊടുക്കളുണ്ടല്ലോ, അവിടെയാണ് ഈ സന്ധ്യാസമയത്ത് നിള ആരതി ഒഴിയുന്നത്. ആ ഒരു ചടങ്ങ് നടക്കുന്ന സ്ഥലം. ചുറ്റിലും ഒന്ന് കറങ്ങി നോക്കുകയാണ് എന്തൊക്കെയാണ് പരിപാടി. കണ്ടില്ലേ, ഇതാണ് അത്. 7 സ്റ്റേജ് പോലുള്ള സാധനമുണ്ട്. അപ്പൊ അതിൽ 7 പേര് നിന്നിട്ടാണ് ഇന്നിള ആരതി ചെയ്യുന്നത്. സ്നാനം ചെയ്യുന്നവരുമുണ്ട്, സ്നാനം ചെയ്യാതെ കരയിൽ നിന്ന് പ്രാർത്ഥിച്ച് പോകുന്നവരുമുണ്ട്. അങ്ങനെ ആളുകൾ വരുന്നു, പോകുന്നു. ബ്രഹ്മക്ഷേത്രത്തിന്റെയും പരമേശ്വര ക്ഷേത്രത്തിന്റെയും അവിടെ നിന്ന് നോക്കിയാൽ നേരെ നവമുകുന്ദ ക്ഷേത്രത്തിലേക്ക് കാണാൻ കഴിയും. ഈ മുത്തുക്കുട വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് സന്ധ്യാസമയത്ത് നിള ആരതി ഒഴിയുന്നത്. നമ്മൾ റീൽസിലെല്ലാം കാണുന്ന ആ ഒരു ചടങ്ങ് നടക്കുന്ന സ്ഥലമാണ് ഇത്.
ഇങ്ങനെ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി അങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു അഘോരി സ്വാമി ഇരുന്ന് അനുഗ്രഹം കൊടുക്കുന്നതൊക്കെ കണ്ടത്. ഒരുപാട് പേർക്ക് അവിടെ സ്വാമി അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അത് സ്വാമി വിളിച്ചു വരുത്തി കൊടുക്കുന്നതല്ല, നിർബന്ധിച്ച് അനുഗ്രഹിക്കുന്നതല്ല. ഓരോ ആളുകളായിട്ട് വന്ന് അനുഗ്രഹത്തിന് വേണ്ടി അടുത്തേക്ക് വരുന്നതാണ്, അല്ലാതെ വിളിച്ചു വരുത്തി കൊടുക്കുന്നതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഈ ഒരു പന്തലിൽ വെച്ചിട്ടാണ് യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളും പൂജകളും എല്ലാം നടത്തുന്നത്. മഹാമേരു എന്ന ആ ഒരു സംഗതി കാണാനും തൊഴാനും വേണ്ടി നിൽക്കുന്ന ഭക്തജനങ്ങളാണ് ഈ വരിയിലുള്ളത്. അതിന് പ്രദക്ഷിണം വെച്ച് തൊഴുതാണ് ആളുകൾ പോകുന്നത്. ആവശ്യക്കാർക്ക് വലം വയ്ക്കാം, തൊഴാം, തൊടുകുറിയെടുത്ത് നെറ്റിയിൽ ചാർത്താം. ആരെയും ആരും നിർബന്ധിക്കുന്നില്ല എന്നതാണ് സത്യം. സ്വന്തം ആചാരാനുഷ്ഠാനങ്ങളെ അനുഷ്ഠിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു വരുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഹിന്ദുധർമ്മം ആരെയും അടിച്ചേൽപ്പിക്കുന്നുമില്ല. ഇവിടെയാണ് യജ്ഞങ്ങളും ഹോമങ്ങളും പൂജകളും എല്ലാം നടക്കുന്നത്. അങ്ങനെ ഇവിടെ തൊഴുതും പ്രസാദം വാങ്ങിയും എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെയാണ് ഞാൻ ബ്രഹ്മാവിൻ്റെയും പരമേശ്വരൻ്റെയും ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുന്നത് ആയിരങ്ങളാണ്. അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഞാനും അങ്ങോട്ട് നടന്നു. ഒരുപാട് പേർ തിരിച്ചു വരുന്നവരുമുണ്ട്. ബ്രഹ്മാവിനെയും മഹേശ്വരനെയും തൊഴുത് മടങ്ങുന്നവരാണ് ഇവരെല്ലാം. നവാമുകുന്ദനെ കാണാൻ ഭജനപാടി പോകുന്നവരാണ് ഇവർ. ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചും ഭജനങ്ങൾ പാടിയും പോകുന്നവരും ധാരാളം ഉണ്ടായിരുന്നു അവിടെയൊക്കെ. ഇതാണ് ആ ഒരു കവാടം. അത് മഹേശ്വര ബ്രഹ്മ ക്ഷേത്രം എത്തുന്നതിന് മുമ്പ് ഒരു കവാടമുണ്ട്. അതിന് രണ്ട് സൈഡിലായി ജലാശയം. വലത്ത് ഭാഗത്ത് മഹേശ്വരന്റെ ശിവലിംഗം ജലത്തിൽ പൊങ്ങി നിൽക്കുന്നത് കാണാം. വളരെ കൗതുകകരമായി ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അടുത്ത് സേവാഭാരതിയുടെ ആളുകൾ വെള്ളം വിതരണം ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അടുത്ത ബുക്ക് സ്റ്റാളും മറ്റും എല്ലാം കാണാം. ദാഹിച്ചു വരുന്നവർക്ക് നല്ലൊരു ആശ്വാസം കൂടിയാണ് ഈ ജലവിതരണം. ബ്രഹ്മാവിനെയും പരമേശ്വരനെയും തൊഴുതു വണങ്ങി ഞാൻ വീണ്ടും യജ്ഞശാലയ്ക്ക് അടുത്തേക്ക് തിരിച്ചു പോന്നു. അവിടെ പൂജകൾ നടക്കുന്നുണ്ടായിരുന്നു. മഹാമണ്ഡലേശ്വർ ആനന്ദവനം ആ ഒരു വേദിയിൽ ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി അത്രയും വലിയ വലിയ ആളുകളെ കാണാൻ പറ്റിയത്, ദൂരത്തു നിന്നെങ്കിലും ഒരു നോക്ക് കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. കുറച്ച് സമയം ഞാൻ അവിടെ എല്ലാവരെയും നോക്കി നിന്നു. കാരണം ദൂരെ നിന്ന് നോക്കാനേ കഴിയൂ. ഇങ്ങനെ വീണ്ടും ഞാൻ അവിടെ ചുറ്റി നടന്നു. ഒരുപാട് പേര് അവിടെ സ്വാമിമാരുടെ പറയുന്ന കഥകളും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. ഒരുപാട് പേർ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്നവരുമുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു നിള ആരതി എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് നടക്കുന്നത്. അത്രയും ഒരു ഹോമകുണ്ഡവും അവിടെ കാണാം. പക്ഷേ ഹിന്ദു എന്ന് പറയുന്ന ആളുകൾ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരാളുകളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ പൂജയും മറ്റും നടക്കുന്ന ആ നിള ആരതി സമർപ്പിക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ചെരുപ്പിട്ട് നടക്കുന്നവരോട് ഒരുപാട് തവണ ആളുകൾ പറയുന്നുണ്ട്, അവിടുത്തെ വോളണ്ടിയേഴ്സ് പറയുന്നുണ്ട്, അവിടെ ചെരുപ്പിടല്ലേ, ഫോട്ടോസ് എടുത്തോളൂ, വീഡിയോസ് എടുത്തോളൂ, പക്ഷെ ചെരുപ്പിടല്ലേ എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ് പലരും അവിടെ ചെയ്യുന്നത്.
അടിയുറച്ച ഭക്തി മനസ്സിലുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ശരി, ക്ഷേത്രത്തിൽ ചെന്നാൽ മിനിമം മര്യാദ എല്ലാ ഭക്തജനങ്ങളും പാലിക്കേണ്ടതാണ്. കാരണം മണിക്കൂറുകൾക്ക് മുന്നേ ക്യൂവിൽ വന്നു നിൽക്കുന്ന ആളുകളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ചാരി നിന്നവരും നോക്കി നിന്നവരുമൊക്കെ തിക്കിത്തിരക്കി മണിക്കൂറുകളോളം വരി നിന്നവരെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് അകത്തേക്ക്, ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു നല്ല കാഴ്ചയൊക്കെ ഒരുപാട് കണ്ടു. അത് എന്തിനാണെന്നറിയില്ല. ആദ്യം ചെന്നാൽ ഒരുപാട് അനുഗ്രഹം കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇത് ക്ഷേത്രത്തിലിരിക്കുന്ന ദൈവം നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞാലും അനുസരിക്കാത്ത ജനങ്ങളാണ് മനസ്സിൽ നിറച്ച് ഭക്തിയുമായിട്ട് വന്നിരിക്കും തിക്കും തിരക്കും ഉണ്ടാക്കുന്നത്. ഈ തിക്കിലും തിരക്കിലും വിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം നവാമുകുന്ദ ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ ബ്രഹ്മക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ മഹേശ്വര ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും വാർത്തകൾ വരുന്നത്. ആദ്യം ദൈവത്തിന്റെ പേര് പറയും. ദൈവം എന്തറിഞ്ഞു? അറിഞ്ഞുകൊണ്ട് തിക്കും തിരക്കും ഉണ്ടാക്കി അപകടം വിളിച്ചു വരുത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ആണ് എനിക്ക് നമ്മുടെ ഹിന്ദു സമൂഹത്തോട് പറയാനുള്ളത്. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴെങ്കിലും മിനിമം മര്യാദ പാലിക്കുക. അങ്ങനെ തിക്കിലും തിരക്കിലും അവസാനം നട തുറന്നു അകത്ത് കയറി അവമുകുന്ദനെ നന്നായിട്ട് കണ്ടു തൊഴുതു. അതിനൊരു ഭാഗ്യം ലഭിച്ചു എന്ന് പറയാം. അത് തിക്കും തിരക്കും ഉണ്ടാക്കിയവർക്കും തിക്കും തിരക്കും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് നിന്നവർക്കും എല്ലാം അവമുകുന്ദൻ ഒരുപോലുള്ള ദർശനങ്ങളാണ് കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ചെണ്ടമേളത്തിന്റെ ശബ്ദം കേട്ട് ഞാൻ നോക്കിയത്. ചെണ്ടമേളത്തോടുകൂടി രഥത്തിൽ ഒരു ദീപശിഖ കൊണ്ടുവരുന്നതായിട്ട് കണ്ടു. 2 സന്യാസി വരന്മാരും ആണ് അതിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും ഇങ്ങനെയൊരു കുംഭമേള സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരക്കെന്ന് പറഞ്ഞ അസാധ്യ തിരക്കായിരുന്നു കേട്ടോ. അസാധ്യ തിരക്കായിരുന്നു ഈ ഒരു ഭാഗത്ത് അനുഭവപ്പെട്ടത്. എല്ലായിടത്തും അസാധ്യ തിരക്ക് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ അതിനേക്കാളേറെ തിങ്ങി നിറഞ്ഞിരുന്നു. ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ഭക്തജനങ്ങൾ ഏറെയായിരുന്നു. ആ ഒരു രഥത്തിലാണ് ഈ ദീപശിഖ കൊണ്ടുവരുന്നത്. ഭജനയും ചെണ്ടമേളവും ഒക്കെയായിട്ട് ആണ് ഈ രഥം വരുന്നത്. അങ്ങനെ ദീപശിഖയുമായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായി. രഥം വളരെയേറെ നന്നായി അലങ്കരിച്ചിരുന്നു. അപ്പോഴാണ് അതിന്റെ പുറകെ ഒരു ഫോട്ടോ ഞാൻ കണ്ടത്. അതൊന്ന് ശരിക്കും നോക്കിയപ്പോ ആണ് ഒരു രാജാവിന്റെ ഫോട്ടോ ആയിരുന്നു പുറകെ കണ്ടത്. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
എന്നാലും വളരെയേറെ ഭക്തജന തിരക്കോടുകൂടി വളരെ നന്നായിട്ട് അലങ്കരിച്ച ആ ഒരു രഥത്തിൽ ഈ ദീപശിഖ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. ഞാനും അതിൻ്റെ കൂടെ അകത്തേക്ക് പ്രവേശിച്ചു. എന്നിട്ട് നേരെ അക്കരെ നിള ആരതി കാണുന്ന രീതിയിൽ അവിടെ ഇരുന്നു. അപ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ ഒരു ദീപശിഖ ഈ ഒരു ബോട്ടില് തോണിയില് അക്കരെ യജ്ഞശാലയ്ക്ക് അടുത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്നത്. സ്വാമിമാരും ദീപശിഖയുമെല്ലാം ആ ഒരു വഞ്ചിയിൽ കയറി അക്കരയ്ക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നത് കണ്ടു. അങ്ങനെ ദീപശിഖയുമായി വഞ്ചി അക്കരയ്ക്ക് പോയി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ആരതി കാത്തിരിപ്പായി. അത്ര ദൂരത്തേക്കൊന്നും ഇവിടുന്ന് കാണുന്നില്ല. അവിടെ എന്ത് നടക്കുന്നു എന്നൊന്നും കാണുന്നേ ഇല്ല. എൻ്റെ ഫോണിൻ്റെ ക്യാമറയും അത്ര ക്ലിയർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് കാണുന്നതേ ഇല്ല. ഉള്ളത് ആ സമയം കൊണ്ട് പകർത്തി എന്നല്ലാതെ അതൊന്നും അതിൽ കണ്ടില്ല. അതോടുകൂടി ഞാൻ തിരിച്ചു പോന്നു. എല്ലാവർക്കും നന്ദി.